Hello students, നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിനകത്ത് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ റണ്ണിങ് കിലോമീറ്ററും പാസഞ്ചർ കിലോമീറ്ററും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു പ്രോബ്ലം നോക്കി. ഇനി നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമ്മൾ നോക്കിയിരുന്നു. അപ്പം അത് വെച്ച് എങ്ങനെയാണ് നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പ്രോബ്ലം നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ കിലോമീറ്റർ ഓഫ് എ വെഹിക്കിൾ. അപ്പോൾ കോസ്റ്റ് പെർ കിലോമീറ്റർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്സുകളുണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എന്തൊക്കെ ഐറ്റംസാണ് തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വാല്യൂ ഓഫ് വെഹിക്കിളിൻ്റെ വാല്യൂ ആണ് 15 lakhs. Road tax and license fee per year 50,000. Insurance charges per year 10,000. Garage rent per year 60,000. Drivers wages per month 20,000. Cost of petrol per litre 80. Proportionate charge for tire and maintenance per kilometer 20. Kilometers per litre 8. Estimated life 1,50,000 kilometer. എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ് 6,000 കിലോമീറ്റർ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ്. പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഷീറ്റാണ്. കോസ്റ്റ് പെർ കിലോമീറ്റർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പെർ കിലോമീറ്റർ വാല്യൂ, യൂണിറ്റ് വാല്യൂവും കണ്ടുപിടിക്കണം, ടോട്ടൽ വാല്യൂവും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിൽ നമ്മൾ ആദ്യം കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യണം. സ്റ്റാൻഡിങ് കോസ്റ്റ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, റണ്ണിങ് കോസ്റ്റ്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നമുക്കപ്പോൾ ഇതെങ്ങനെ ആൻസറിലോട്ട് വരുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ടുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ആനുവൽ മൈലേജ് തന്നിട്ടുണ്ടായിരുന്നു 6,000 കിലോമീറ്റർ. അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 2 കോളം എമൗണ്ട് കോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എമൗണ്ട് ബേസിസിലും ഇത് യൂണിറ്റ് ബേസിസിലും നമ്മൾ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പെർ കിലോമീറ്റർ യൂണിറ്റ് ബേസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ ഒരു കോളം കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റാൻഡിങ് ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, ഓപ്പറേറ്റിംഗ് ഓർ റണ്ണിങ് ചാർജ്. ഫസ്റ്റ് വൺ സ്റ്റാൻഡിങ് ചാർജ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ചാർജുകളാണ്. എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ട് നമ്മൾ എന്നുവെച്ചാൽ ഒരു ചേഞ്ചും ഇല്ല. ഇപ്പോൾ റോഡ് ടാക്സ് ചേഞ്ച് ചെയ്യുന്നില്ല, എല്ലാ വർഷവും ഒരേ എമൗണ്ടാണ് അടയ്ക്കുന്നത്. ഇൻഷുറൻസ്, അപ്പോൾ ക്വസ്റ്റ്യനിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പം റോഡ് ടാക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50,000. അത് സ്റ്റാൻഡിങ് ചാർജ് അല്ലെങ്കിൽ ഫിക്സഡ് ചാർജ് ആണ്. നമ്മളത് എമൗണ്ട് കോളത്തിൽ കാണിച്ചു. അടുത്തത് ഇൻഷുറൻസ് ചാർജ് പെർ ഇയർ. അപ്പോൾ ഒരു വർഷത്തെ ഇൻഷുറൻസ് ചാർജാണ്. അതിലും വേരിയേഷൻ ഒന്നുമില്ല, 10,000 കാണിച്ചു. അതുപോലെ തന്നെ ഗ്യാരേജ് റെൻറ്റ് പെർ ഇയർ ആണ് തന്നിരിക്കുന്നത്. ആ വണ്ടി കീപ്പ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ നോക്കുക 60,000, അതും ഫിക്സഡ് ആണ്. ഡ്രൈവേഴ്സ് വേജസ് പെർ മന്ത് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം പെർ മന്ത് ഒരു ഫിക്സഡ് സാലറിയാണ് കൊടുക്കുന്നതെങ്കിൽ അതും നമ്മൾ സ്റ്റാൻഡിങ് ചാർജിലാണ് കാണിക്കുന്നത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പെർ മന്ത് ആണ് അല്ലേ. അപ്പം ഫിക്സഡ് എമൗണ്ട് ആണ്. അപ്പം നമ്മൾ കാണിക്കുന്ന ആനുവലി ആണ്. ഡ്രൈവേഴ്സ് വേജസ് പെർ മന്ത് 20,000 ആണ്. നമ്മൾ ഒരു വർഷത്തെ കണ്ടുകൊണ്ട് ഇൻറ്റു 12 ചെയ്തു. അപ്പം 2,40,000. ഇനി ഏതെങ്കിലും ഐറ്റം ഫിക്സഡിൽ ഉണ്ടോ എന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് പെട്രോൾ ആണ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടയർ ആൻഡ് മെയിൻ്റനൻസ്. ഇതിൻ്റെയൊക്കെ വാല്യൂ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. പെട്രോളിൻ്റെ വിലയിൽ വ്യത്യാസം വരുമ്പോൾ അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെയുള്ള ഐറ്റംസ് സ്റ്റാൻഡിങ്ങിൽ വരില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ അങ്ങ് ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തു 3,60,000. ഇതിനെ നമ്മൾ പെർ കിലോമീറ്റർ യൂണിറ്റ് ബേസിലോട്ട് മാറ്റുവാണ്. അതിനായിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ ആനുവൽ മൈലേജ്. നമുക്ക് തന്നിട്ടുണ്ട് ആനുവലി എത്ര മൈലേജ് ഇത് ഓടും, 6,000. അതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കിട്ടും. ദാറ്റ് ഈസ് 60. 3,60,000 ഡിവൈഡഡ് ബൈ 6,000. അപ്പം നമുക്ക് പെർ യൂണിറ്റ് കിട്ടി 60. രണ്ടാമത്തെ കോസ്റ്റ് ക്ലാസിഫിക്കേഷന് വരുന്നതാണ് മെയിൻ്റനൻസ് ചാർജ്, അല്ലെങ്കിൽ അതിനെ വേരിയബിൾ ചാർജ് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ടയർ ആൻഡ് മെയിൻ്റനൻസ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് അത്? മെയിൻ്റനൻസ് ചാർജാണ്. അത് ഒരെണ്ണം ഉള്ളൂ. നമ്മൾ അതുകൊണ്ട് തന്നിരിക്കുന്നത് പെർ കിലോമീറ്ററിനാണ് തന്നിരിക്കുന്നത് 20. അപ്പം നമ്മൾ ആനുവലി ആണല്ലോ കാണുന്നത്. അപ്പം നമുക്ക് ആനുവൽ മൈലേജ് 6,000 ആണ്. അപ്പോൾ ടയർ ആൻഡ് മെയിൻ്റനൻസിന് 1 കിലോമീറ്ററിൽ വരുന്നത് 20 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ കിലോമീറ്ററിന് വരുന്നത് 6,000 × 20 1,20,000. വേറെ ഒരു ഐറ്റവും ഇല്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 1,20,000 ടോട്ടൽ മെയിൻ്റനൻസ് ചാർജായി കാണിച്ചു. യൂണിറ്റിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്, 1,20,000 ഡിവൈഡഡ് ബൈ 6,000. അപ്പം നമുക്ക് 20 യൂണിറ്റ് ബേസിലുള്ള വാല്യൂ കിട്ടും. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഓപ്പറേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ റണ്ണിങ് എക്സ്പെൻസസ്. അപ്പോൾ എന്തൊക്കെയാണ് വണ്ടി റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസസ്? റൺ ചെയ്യുമ്പോൾ പെട്രോൾ അടിക്കണം അല്ലേ, അത് നമ്മൾ എന്താണ് പെട്രോൾ എക്സ്പെൻസ്. പിന്നെ റൺ ചെയ്യുമ്പോൾ വണ്ടിക്ക് എന്തുണ്ടാവും, ഡിപ്രീസിയേഷൻ സംഭവിക്കാം, തേയ്മാനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ചാർജായിട്ട് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് പെട്രോൾ ആണ്. നമുക്കിവിടെ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ തന്നിട്ടുണ്ട്, 80 ആണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് അത് ടോട്ടൽ മൈലേജ് വെച്ച് ക്ലാസിഫൈ ചെയ്യാം. 80 ഡിവൈഡഡ് ബൈ കിലോമീറ്റർ പെർ ലിറ്റർ. അപ്പം കോസ്റ്റ് ഓഫ് പെട്രോൾ 80 ആണ്, കിലോമീറ്റർ ഒരു പെർ ലിറ്റർ കിലോമീറ്റർ വരുന്നത് 8 ആണ്. 80 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു ടോട്ടൽ മൈലേജ് 6,000. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് പെട്രോൾ കണ്ടുപിടിക്കാം 60,000. ഇനി ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ തരുന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനകത്ത് വെഹിക്കിളിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ. നോക്കുക, വെഹിക്കിളിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും, അതിൻ്റെ ലൈഫ് തന്നിട്ടുണ്ടായിരിക്കും, എത്ര നാൾ ആ വണ്ടി ഓടും, എത്ര കിലോമീറ്റർ ഓടും അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് വെഹിക്കിൾ 15 lakhs ആണ്, ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് 1,50,000 ആണ്, ഇൻറ്റു ആനുവൽ മൈലേജ് 6,000. അപ്പം നമുക്ക് 60,000 ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പം ഈ രണ്ടെണ്ണമാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് ചാർജായി വരുന്നത്. അത് ടോട്ടൽ ചെയ്യുക 1,20,000. അതിനെ നമുക്ക് കോസ്റ്റ് യൂണിറ്റിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ നമ്മുടെ 6,000 ആനുവൽ മൈലേജ് കാണിച്ചാൽ മതി. അപ്പോൾ 1,20,000 ഡിവൈഡഡ് ബൈ 6,000, അപ്പോൾ യൂണിറ്റ് വാല്യൂ കിട്ടും 20. ഈ 3 കോസ്റ്റാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഏതിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാണാം. ഈ സ്റ്റാൻഡിംഗ് ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, ഓപ്പറേറ്റിംഗ് ചാർജ് ഇത് ടോട്ടൽ ചെയ്യുക. 3,60,000 പ്ലസ് 1,20,000 പ്ലസ് 1,20,000 ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് കിട്ടി 6 lakh. യൂണിറ്റ് കോസ്റ്റ് കാണാനായിട്ട് 6 lakh ഡിവൈഡഡ് ബൈ 6,000. അപ്പോൾ നമുക്ക് യൂണിറ്റ് കോസ്റ്റ് 100 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ശരിയാണോ നോക്കാൻ, യൂണിറ്റ് കോസ്റ്റ് കൂട്ടുമ്പോൾ 100 കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ കറക്റ്റാണെന്ന് നിങ്ങൾക്ക് അന്നേരം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ 60 + 20 + 20 100. അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 6 lakh ഡിവൈഡഡ് ബൈ 6,000 ആണ്. അപ്പോഴാണ് ഈ 100 വരിക. ടോട്ടൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ പ്രോബ്ലം കറക്റ്റാണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. താങ്ക് യു.